സുധേ ഇജ്ജ് വരുന്ന ദിവസമായോ? ഈ ആഴ്ച കുറച്ച് നേരം വൈകിയതാ. വെള്ളിയാഴ്ചക്കല്ലേ വരേണ്ടത്. ഇന്ന് ഇപ്പൊ ശനിയാഴ്ച ആയില്ലേ. എന്നാ ഞാൻ പൈസ എടുത്ത് തരട്ടാ. അടുത്ത ആഴ്ച രമ്യക്ക് ഒരു ലോണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. വെള്ളിയാഴ്ചയാണ്. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അല്ല സുധേ, ഈ കുടുംബശ്രീന്ന് കഴിഞ്ഞല്ലേ ഇപ്പൊ നമ്മളെ രമ്യ ലോൺ എടുത്തത്? ഇപ്പൊ അതൊക്കെ വീടി ഇപ്പൊ രണ്ടാമത് ഓൾ എടുക്കാനായോ? അവരതൊക്കെ വീടിയതാണ്. ഇപ്പോൾ മോളെ കുടിരിക്കലാണ് ഇത്ര. അതിന് സാധനം എടുക്കാൻ വേണ്ടിയിട്ടേ ഒരു ലോണും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലടി, ഞാൻ ഈ ആഴ്ചയിൽ 100 ഉറുപ്പ്യ അടക്കണുണ്ടല്ലോ എനിക്ക്. ഞാനത് ഇതുവരെ ആയിട്ട് ഒരു ലോണും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ പറഞ്ഞോണ്ട് 2 ആഴ്ച മുന്നേ പറഞ്ഞാൽ മതി. അതിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനിക്കാം എത്ര പൈസ വേണ്ട വെച്ചാൽ പറഞ്ഞാൽ മതി. ലോണൊന്നും വേണ്ട, ലാസ്റ്റ് കിട്ടിയാൽ മതി പൈസ ഒന്നിച്ചാണ്ട്. അതൊക്കെ ശരിക്കും കിട്ടുമല്ലോ. ഞാൻ നബിസത്താൻ പോട്ടെട്ടോ. അത് വെള്ളമൊന്നും കുടിച്ചില്ല. എനിക്ക് വേണോ വെള്ളം? വെള്ളമൊന്നും വേണ്ടപ്പോ. ഇവിടെ ഉണ്ട്, എവിടേക്കും പോവൊന്നുമില്ല. ഇത് മേൻ വരൂലേ? ആയിക്കോട്ടെ. നിങ്ങളെ ആയിച്ചമ്മാണ് ഓള്. നിങ്ങൾ ഇവിടെ ഉണ്ടാവൂലേ? ഓള് വരുന്നുണ്ട് എന്നാ പറയുന്നത്. ഓളെന്താ നബീസോ അർജന്റില് വരുന്നു? വല്ല വിശേഷം എന്തേലും ഉണ്ടോ? വിശേഷമൊന്നുമില്ല. ഓളെ പേരക്കുട്ടിന്റെ മുടിയാഴ്ചയിലുണ്ട്. അത് നിങ്ങളെ ആങ്ങളിനോട് നേരിട്ട് പറയാച്ചിട്ട് വരികക്കാരോ. മുടിയാഴ്ചയിലായോ? പെറ്റത് അന്നിപ്പോ 15 ദിവസം ആയപ്പോ വെറ്റിട്ട്. 14 14? അപ്പൊ അറിവൊക്കെ ഉണ്ടോന്നാവോ? എന്തേലും പറഞ്ഞ എന്നോട്? അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നീ വരികയല്ലേ, അപ്പൊ ചോദിച്ച നമുക്ക്. ഓളെ വലിയ മോന്റെ കുട്ടിക്ക് ഇപ്പൊ കഴിഞ്ഞ കുറി ഒന്ന് അർത്ഥമൊക്കെ ചെയ്തില്ലേ? ഇനിയിപ്പോ ഇത് രണ്ടാമത്തോന്റെ കുട്ടീന്റെ അല്ല ഇപ്പത്. ഇതിപ്പോ അറിവൊക്കെ ഉണ്ടോന്നാവോ? ഓളെ വലിയ മോന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു കുട്ടിക്ക് അറക്കാനൊക്കെ. ഈ ചെറിയ മോന്റെ അടുത്ത് പൈസ ഇല്ലാന്ന് ഓളിങ്ങനെ പറഞ്ഞേക്കാം. ഇനി അറക്കുണ്ടോ എന്താന്നാവോ? ഓള് വരികയാണ് വേറ്റ ബീസോ. പറമ്പിലുണ്ടേ തേങ്ങ ഉണങ്ങി വീണ് കിടക്കണു. ഞാൻ അതൊക്കെ ഒന്ന് നുള്ളി പോർക്കിക്കാണ്ട് വരാം കേട്ടോ. ആയിക്കോട്ടെ. ചൂണ്ടോടെ പണി. ഇപ്പൊ ഓൾക്കാണെങ്കിൽ 2 തേങ്ങ ഉണ്ടാവണമെങ്കിൽ കൊണ്ടുപോകും ചോദിച്ചാ. കുഞ്ഞാപ്പോ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ, എന്റെ അടുത്ത് പൈസ ഇല്ല. ഞാൻ എവിടുന്ന് ഒപ്പിച്ചാനാ? വേറെ എവിടെയെങ്കിലും നോക്കേ, ആരോടെയും ചോദിച്ചോക്ക്. അത് അമ്മായിന്റെ മോനാണ്. ആ ദുബായിലുള്ള, എനിക്കറിയില്ല, കുഞ്ഞാപ്പൂ. ഓന്റെ കുട്ടീനെ മുടിയാഴ്ചയിലാണ്. എന്നിട്ട് അതിന് ഓനക്ക് പോത്തിനെ ഇറക്കാൻ വേണ്ടിട്ട് ഓൻ്റെ അടുത്ത് 1 ഉറുപ്പ്യ ഇല്ല. നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഈ പണിയും കൂലിയില്ലാത്ത എന്നോടൊപ്പം കടം ചോദിച്ചേക്കണേ. നല്ല ആളാ മോനെ. ഓന് പറ്റിയ പേരാണ് കുഞ്ഞാപ്പൂ. ഉള്ളി കളിച്ചാ? ആയിച്ചമ്മ അങ്ങോട്ട് കയർക്കടി. ഞാൻ ഉള്ളി തൊലിച്ചു കഴിഞ്ഞു. വൈകുന്നേരം ചാറ്റിന് എന്തേലൊക്കെ ഉണ്ടാക്കാച്ചിട്ട്. മരക്കൾ ഉണ്ടായിട്ട് എത്ത് കാര്യച്ച് ഞാൻ എടുക്കണ്ട്. ഞാൻ തന്നെ എടുക്കണം എപ്പോഴായാലും. അങ്ങനെ തന്നെ ഒന്ന് പറയണ്ട. അവിടുത്തെ അവസ്ഥ തന്നെ സ്ഥിതി. അബ്ബാസ് ഇപ്പോൾ ഓളായിട്ടാണ് പോയതുകൊണ്ട് ഓൾക്ക് ഇവിടുത്തെ ചുറ്റുപാടൊന്നും അറിയണ്ടല്ല. അവിടെ ഓനും കുട്ടികളെയും നോക്കിക്കാണ്ട് ഇപ്പോൾ അവിടെ അങ്ങനെ നിന്നാൽ മതിയല്ലോ. നല്ല സുഖമല്ലേ? സുക്കൂറിൻ്റെ പെണ്ണുങ്ങൾ മാസത്തിൽ 4 ദിവസം ഇവിടെ നിൽക്കുള്ളൂ. പിന്നെ ഓൾ അവിടെ തന്നെ. അതിനിപ്പോൾ കുട്ടികളെ അവിടെയും ഇവിടെയും സ്കൂൾക്ക് പോകാനുള്ള രീതിയിലുള്ള ചേർക്കലും ചേർത്ത് വെച്ചേക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇടങ്ങാറായി. അല്ലാത്ത പറയാനാ ഈ പെരീത്തെ പണിയും ഇപ്പാൻ്റെ ഓരോ ശുശ്രൂഷയും ഒക്കെ കൂടി ആയിട്ട്. അവിടുത്തെ സ്ഥിതി ദേനാണ്. വലിയോൻ അതാ മറ്റോളപ്പം കൊണ്ടുപോകാൻ നിൽക്കുകയാണല്ലോ ഗൾഫിക്ക്. പിന്നെ മറ്റോളിപ്പം അതിൻ്റെ പെറ്റും കിടക്കുകയല്ലേ. എത്താ പിന്നെ ഒരു ഉപകാരത്തിന് ഒരാളിച്ചും അവിടെ ഇല്ല. അതൊന്നും പായിച്ചമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കട്ടക്കാലം അല്ലാപ്പത്ത് പറയാനാ. പിന്നെ ഇപ്പോൾ കടക്കട്ടെ. മുടിയാഴ്ചൻ്റെ കാര്യം എത്താപ്പോൾ 60 ഉണ്ടാ? കുഞ്ഞാപ്പൂവിൻ്റെ അടുത്ത് എല്ലാം ഉണ്ടാ? താത്ത കായന്റെ കഥ ഒന്നും ഇച്ച അറിയില്ല. ഓൻ്റെ അടുത്ത് എത്തേ ഉണ്ടാന്ന് അറിയില്ല. മറ്റോന്റെ കുട്ടിക്ക് ഇപ്പം അർത്ഥതാണ്. ഇനിയിപ്പോൾ രണ്ട് കണ്ണോണ്ട് കണ്ടെന്ന് പറയില്ല മനുഷ്യന്മാര്. എത്തെങ്കിലും ചെച്ചാന്ന് വിചാരിച്ചിട്ടുണ്ട്. അവനാൻ്റെ അടുത്ത് അതിന് കായ് ഉണ്ടെങ്കിൽ മതിയാലാം ഈ അറവും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഒരു 4 ആൾ പൊയ്ക്കാണ്ട് നമുക്ക് മുടി അഞ്ഞിക്കാണ്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. കടും കളിയും കാട്ടിക്കാണ്ട് അർക്കൊന്നും വേണ്ട.
താത്താച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്. എത്ര കാട്ടുക, ഒരു വലിയ കൂട്ടക്കാരല്ലേ. ഓല് വലിയ കൂട്ടക്കാരായാലും ഞമ്മക്ക് ഉള്ള അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അതാപ്പോ എൻ്റെ അഭിപ്രായം. അല്ലാതെ കടും കള്ളിയും കാട്ടിക്കാണ്ട് ചെജ്ജണം എന്നൊന്നുമില്ല. എന്നിട്ട് തന്നെ താത്ത പെറ്റോടത്ത് നിർത്തിയിട്ടില്ല. അതിനെന്നെ ഓൽക്കൊരു മുറുമുറുപ്പൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും എത്ത് കാട്ടിയാലും മണ്ടിയിലെ കടും കളിയായിട്ട് എത്തെങ്കിലും ചെജ്ജണം എന്നാണ് ഇപ്പം എൻ്റെ ഒരു തീരുമാനം. ആഴ്ചമ്പോ എപ്പോഴും വന്നോ? ആ കാക്ക, ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. ആഴ്ചമ്പോ ഞാൻ പാടത്തൊറ്റം പോയതെന്നോടി, കുറച്ച് ഉണങ്ങിയ തേങ്ങ അവിടെ ചാടി കിടക്കണു. അപ്പൊ ഇജ്ജ് വരുന്നുണ്ടെന്ന് ഓളോട് വിളിച്ചറിഞ്ഞപ്പോ ഞാൻ അത് നുള്ളി പൊറുക്കി കൊണ്ടുവരാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ അത് എനിക്ക് പോകുമ്പോ കൊണ്ടുപോകും ചേച്ചാ, ഇജ്ജല്ല അരക്കാൻ തേങ്ങല്ല എന്ന് പറയണു. അവിടെ ആ നുള്ളി പൊറുക്കിയിട്ട് തൊള്ളിയിൽ വെള്ളം പറ്റിക്കണു. ആ പഞ്ചായത്തിന്റെ സോക്കേട് ഇപ്പൊ കൂടുതലായിക്കണു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചാട്ടെ, ഇങ്ങോട്ട് കയറി കൗത്തക്ക്. ബിസുവാ, കുറച്ച് വെള്ളം എടുത്താടി. അല്ലാ, എത്താടി കുഞ്ഞാപ്പ് വിളിച്ചീന്ന? പിന്നെ അറിവിന്റെ കാര്യത്തിലൊക്കെ ഓൻ പറഞ്ഞീന്നോ? അറക്കാനുള്ള കായ് എന്തേലും ഓൻ്റെ കൈക്കുണ്ടോ? എത്ര ആക്ക കാട്ടുക, ഓൻ്റെ അടുത്ത് ഒരു കായും ഇല്ല. എത്ര കാട്ടുക എന്നുള്ള ഇതിലാണ് ഞാൻ ഇപ്പം നിൽക്കേണ്ടത്. എത്താ കുഞ്ഞാപ്പ് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ കാട്ടുക? ഇതിപ്പോൾ ആദ്യത്തെ കുട്ടീൻ്റെ ഒരു മുടിയൽച്ചിലല്ലേ, മോശമാക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെ കായ് ഉണ്ടാക്കിക്കാണ്ട് ഓനോട് ഇപ്പോൾ നടത്താൻ പറയാ. വലിയോനല്ല ഇപ്പം ഇജ്ജിപ്പോൾ അന്ന് ഇപ്പോൾ അറുത്ത് കൊടുത്തില്ലേ, അതേമാതിരി ഇപ്പോൾ ബെൻറ്റീനും ഇപ്പോൾ മോശമാക്കാൻ പറ്റുമോ? വല്യോൻ്റെ അടുത്ത് എത്തെങ്കിലൊക്കെ ഉണ്ടേന്ന്, പിന്നെ അടുത്തൊരു പൈസ ഇല്ല. പിന്നെ അതുമല്ല, ഞാൻ പിന്നെ കാക്കാനോട് എത്തെങ്കിൽ ഞാൻ പുടൽച്ചിൽ പറയലും ആയി, എന്നോട് എത്തെങ്കിലും ചോദിച്ചലും ആയി വെച്ചിട്ട് പോകുന്നതാണ്. എത്ര ആഴ്ച മുജ്ജ് പറയേണ്ടത്? എൻ്റെ അടുത്ത് വിടുന്ന കായ്, ഈ അടയ്ക്കും തേങ്ങയും വിറ്റിക്കാണ്ടുള്ള കായ് എൻ്റെ അടുത്തുള്ളൂ. അടക്കും തേങ്ങക്കും ആണെങ്കിൽ ഒരു തീരെ വിലയില്ല. ഇപ്പോൾ എന്തേലും കാട്ടിക്കാണാൻ എനിക്ക് തരണം എന്നൊക്കെ വെച്ച് പൂജയൊക്കെ ഉണ്ട്. എന്താ ഇപ്പം നീ കാട്ടുക? ഇച്ചിപ്പോൾ വർത്താനം പറയല്ല. ഞാൻ എന്നെ ഇപ്പോൾ ഒരു വിചാരിച്ചിരിക്കേണ്ടത് ഇജ്ജ് എവിടുന്നെങ്കിലും വാങ്ങിക്കൊണ്ട് കൊണ്ട തൽക്കാലം. ഞാൻ എവിടുന്നെങ്കിലും എനിക്ക് ഒപ്പിച്ച് തരുന്നുണ്ട്. ഇജ്ജിപ്പോൾ കടം വീട്ടിലൊന്നും വേണ്ട അയച്ചുമോ. ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ എനിക്ക് ഭാര്യയ്ക്ക് ഒരു തരലും ഉണ്ട്, ഇജ്ജ് മേടിച്ചലും ഉണ്ട്. എന്തേലുമൊക്കെ കാട്ടിക്കാണ്ടേ ഞാൻ എന്നാൽ എവിടുന്നേലും ഒന്ന് ഒപ്പിച്ച് തരാം. ഇജ്ജ് എങ്ങനെയൊക്കെ ആയിട്ട് ആ പരിപാടി നടത്തിക്കാളെ. അല്ലാതെ ഇപ്പോൾ ഞാൻ അപ്പം എന്നോടെത്താ പറയാം. പൈസ ആയിട്ടൊന്നും ഇച്ച് മാണ്ടാക്ക. ഇജ്ജൊരു പോത്തിനെ ഇച്ച് വാങ്ങി തന്നാളാ. ഇജ്ജ് ഇന്ന് പോവുണ്ടടി? പോണേ, പോകുമ്പോൾ സൂറാബിൻ്റെ ഒന്ന് കയറണം. ഓളോട് മുടിയാഴ്ചയിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ ഒന്ന് കയറണം. അളിയാങ്ക ഒറ്റക്കല്ലേ, എന്നെ വെച്ചാണ്ട് കുടിക്കത്തണം. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ആയിട്ടേ നാക്കാലീനെ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. മൈമുട്ടി ഇപ്പം നാക്കാലിൻ്റെ ഒക്കെ ഒരു പരിപാടിയായിട്ട് നടക്കേണ്ടതാണ്. ഞാൻ ഒന്നൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പൊ നാക്കാലിനെ ഞാൻ എന്നാൽ തലേ ദിവസത്തിനാണ് കൊടുന്നു തരണ്ട് കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇജ്ജേ അവിടെ തീരുമാനിച്ചാലേ. ഇനി അളിയനോട് പറഞ്ഞാണ്ടി കേട്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞിന്നുള്ളു കേട്ടോ. ഞാൻ അളിയങ്കാരോട് പറഞ്ഞോളാം. ആ ആയിക്കോട്ടെ. നീ ഭർത്താനം പറഞ്ഞിക്കല്ലാക്ക, പോട്ടട്ടാ. ഞാൻ തുണി കുപ്പായൊക്കെ നബീസോ, സുക്കൂർ എവിടെടി? ഓനതാ ഒത്ത് അച്ചുമ്മ പോകുമ്പോഴേ ഞാൻ ആ കൊടുത്ത തേങ്ങ ഉണ്ടല്ലോ, അവിടെയാണ് റോഡിന്റെ പണി നടക്കുകയാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ വണ്ടി വരൂല. എങ്ങണ്ട് ഇജ്ജ് ഓനെ കൊണ്ടേ ആ റോട്ടുമ്മക്ക് ആ ഓൾക്ക് ആ തേങ്ങ ഒന്നാണ് കൊണ്ടുവച്ചെടുക്കാൻ പറയാം. ഓനൊന്ന് വിളിച്ചാ ഞാൻ എടുത്തുതരാം. ഓനൊന്ന് വിളിച്ചേ. അച്ചുമ്മോ, കോട്ടപ്പുറത്തുനിന്നേ സുക്കൂർ ഒരു വണ്ടി വിളിച്ചു തരും. അതിലാണ് പോയിക്കോണ്ടി. അതിൽ പോയിട്ട് സൂറാബിന്റെ അവിടെ ഇറങ്ങിയിട്ടേ അവിടുന്ന് അതിൽ തന്നെയാണ് പോയിക്കോണ്ടി. ആ തേങ്ങ ഒക്കെ ഉണ്ടല്ലോ, എന്നാ വണ്ടിക്ക് കായ് കൊടുത്താൽ വെച്ചോ. എന്റെ അടുത്ത് ഉണ്ടാവൂല, അജ്ജ് വെച്ചോ. അളിയാക്കാനോട് പറയോണ്ടിട്ട് എന്റെ വിവരങ്ങളൊക്കെ ഇജ്ജൊരു വണ്ടിയിലേ കയറ്റി വിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടണ്ട നീ. എന്നാ പോട്ടെട്ടാക്ക, താത്ത പോയി വരാട്ടാ. എന്റെ കുട്ടി ഇറങ്ങാറായി തേങ്ങ ഏറ്റിയാണ്ട്. ആ പെണ്ണിഞ്ഞിപ്പേ ബസ് കിട്ടിയിട്ടുണ്ട മലപ്പുറത്തേക്ക് ആ ഓട്ടോറിക്ഷ പോയിട്ട് തൃശ്ശൂർ എത്തണ്ടേ, പാലപ്പുള്ളി എത്തണം. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനാണ് എത്തുക ഈ കാര്യം. അല്ല മനസ്സ, നിങ്ങൾ എന്തിനാ കന്നിനെ കൊണ്ടാ ഏറ്റിക്കൊണ്ട് മുടി അഴിച്ചാൽ? നിങ്ങളടുത്ത് എന്തൊക്കെ ഓക്ക് കൊടുക്കാനുള്ളത്? ഞാൻ കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാണ് നബീസു. ഒരാൾ മുന്നിൽ വന്ന് പറയുമ്പോൾ എത്താ പറയാ. ഓളിപ്പോൾ മറ്റോരടുത്തൊക്കെ പോയിട്ടുണ്ടാവും, മറ്റേ ഞങ്ങളാരടുത്തൊക്കെ. ഇവിടുന്ന് കിട്ടുവെച്ചിട്ടാണ് ഓൾ വന്നിട്ടുണ്ടത്. പിന്നെ ഞാൻ ഏൽക്കാതിരിക്കുക എന്താ ചെജ്ജ? എൻ്റെ പെങ്ങളല്ലേ, ഓളത്ത് കായൊന്നും ഉണ്ടാവില്ല. എന്തേലൊക്കെ കാട്ടിക്കാണ്ട് ഒരു 2 നാക്കാലിയാൾ അവിടെ കൊണ്ടുപോയി കെട്ടി കൊടുക്കണം. അല്ലാപ്പം എന്താ ചെയ്യാ? നീ കൊടുത്തോളി, ഇച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ പെങ്ങളന്നെ അല്ലേ, അതിന് നിങ്ങളടുത്ത് വേണ്ട വല്ലതും കൊടുക്കാൻ എവിടുന്ന് എടുത്ത് കൊടുക്കണു? നബീസോ, ഓളോട് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലൊരു കാര്യം കരുതിയിരുന്നു. ഇജാ കുടുംബശ്രീൻ്റെ ആൾക്കാർക്ക് കായ് അടക്കണില്ല ആഴ്ചക്ക്. അതിന് ലോണൊക്കെ എടുക്കാം. ഇജ അതിന്നേ
1,00,000 എങ്ങനെയല്ലോ ആയിട്ടേ ആ പെമ്പർന്നോക്കൊന്ന് വിളിച്ചറിഞ്ഞ് കാണ്ടേ ലോണ് വേണമെന്നൊന്ന് പറഞ്ഞാളെ അത് എടുക്കുക. അത് എങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചീച്ച അടച്ചാണ്ട് വീട്ടുക. അല്ലാതെ ഇപ്പം ഇനി വേറെ വജ്ജൊന്നുമില്ല. കുടുംബശ്രീനെ ലോണൊക്കെ കിട്ടും. ഞാൻ ഓൾക്കൊന്ന് വിളിച്ചോക്കട്ടെ. മണ്ടി ചെന്നാൽ കിട്ടുമൊന്നുമില്ല. അതിന് മീറ്റിംഗൊക്കെ ഒന്ന് കൂടേണ്ടി വരും. എന്നാലുള്ളൂ കിട്ടുക. എന്നാ ആ പെമ്പർന്നോക്ക് വിളിച്ചു കാണ്ടേ ആ ലോണ് പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ്ടി. അത് ഞാൻ പറയാം ഓളോട് വിളിച്ചിക്കാണ്ട്. അതേ ആഴ്ചയിൽ ശരിക്കും അടക്കേണ്ടി വരും. അത് ഞാൻ എങ്ങനെയാലും അടച്ചിക്കാണ്ട് വീട്ടിൽ തരണ്ടേ ബീസോ. അത് എങ്ങനെയാലും പറഞ്ഞിക്കാണ്ട് ഓളത്തൊന്ന് ശരിയാക്കി കൊണ്ടേ. ആ നബീസ് താത്ത നിങ്ങൾ എന്തേ പോന്നപ്പോ കയറി ഇരിക്കി. എടി ഞാൻ കയറി ഇരിക്കാൻ വന്നതല്ല. നമ്മളെ മീറ്റിങ്ങിൽ ഇജ്ജ് പറഞ്ഞല്ലേ എന്റെ പൈസ പാസ്സായിക്കണോന്ന്. അതിപ്പോ ഇന്ന് കിട്ടുമോ പൈസ? കഴിഞ്ഞ ആഴ്ചയല്ലേ ലോണ് വേണ്ടാന്ന് പറഞ്ഞ നിങ്ങള് പിരിവിന് വന്നപ്പോ. ഇപ്പൊ എന്തേപ്പാ അത്ര അർജന്റ്? എടി ഇച്ച അർജന്റ് ഉണ്ടായിട്ടൊന്നല്ല. ഇന്റെ നാത്തൂന്റെ പേരക്കുട്ടീന്റെ മുടിയാഴ്ചയിലുണ്ട്. ഈ കന്ന് മേടിച്ചാനാണ്. ഓള് വന്നിക്കാണ്ട് ഇവിടെ പറയാ ഓളെ മോന്റെ അടുത്തുമില്ല പൈസ, ഓളെ അടുത്തുമില്ല പൈസ. അപ്പൊ ആങ്ങളിനോട് ഇങ്ങനെ പറഞ്ഞപ്പോ ചെങ്ങായി അത് ഏറ്റുക്കണു വലിയ ആളെ പോലെ. അതിന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല കൊടുക്കാൻ. ഇന്റെ ഈ ലോണ് കണ്ടിക്കാണ്ട് ഇന്റെ ഈ കുടുംബശ്രീന്റെ അമ്മോങ്കാക്ക ഏറ്റതല്ലേ ഇനിയിപ്പൊ കൊടുക്കല്ലാതെ നിവർത്തില്ലല്ലോ. അമ്മോങ്കാക്ക് ഏറ്റാണ് വലിയ ആളെ പോലെ. അതിന്റെ അടുത്ത് ഒരു ഉറുപ്പില്ല. ഇനിയിപ്പോ ഈ ലോൺ എടുത്തുക്കാണ്ട് കൊടുക്കല്ലാതെ എത്താൻ നിവർത്തിയില്ലല്ലോ. ലോണൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ പാസ്ബുക്കും കൊണ്ട് ബാങ്കിൽ ചെന്നാൽ മതി. 1 ലക്ഷം അല്ലേ പറഞ്ഞിട്ടുള്ളേ. നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് തന്നെ വയ്ക്കൂല വെച്ചാൽ ഷുക്കൂറിനെയും കൂട്ടി പോയിക്കോണ്ടു. ആയിക്കോട്ടെ. എന്നാ ഞാൻ പോയിട്ടാ. അങ്ങനെ ശരിച്ചാ. നമ്മളേ ആ തൊടുത്ത് തന്നെയാണ് ഇപ്പൊ കെട്ടിക്കേണ്ടത്. ഞാൻ ഇവിടെ ഒന്ന് വന്ന് പോയതാണേ. ഇത് നമ്മളെ കുഞ്ഞിട്ടിപ്പാൻ്റാണ്. മൂപ്പർ നമ്മളെത്തുന്ന മര്യാദക്കേ അത് വില വാങ്ങുള്ളൂ. വലിയ വിലക്കൊന്നും വിൽക്കുന്ന ആളല്ല. ചെറിയ ലാഭം കിട്ടിയ കൊടുക്കുന്ന ആളാണ്. അപ്പൊ അത് എങ്ങനെ ഞാൻ രാവിലെ ഒന്ന് കണ്ടുപോയതാണ്. നമ്മളെ പരിപാടിക്ക് എമ്പാടും ഉണ്ടാവും കേട്ടാ. വലൈക്കും അസ്സലാം. നിങ്ങളിപ്പോ രാവിലെ വരാറിട്ട് എന്ത് നേരായി? ഞങ്ങള് വേറെ ചുറ്റുപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ നേരം വെക്കി. അതുകൊണ്ട് അങ്ങനെ ആയത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ തൂക്കം ഉണ്ടാവും. ഇത് നിങ്ങളറിയ അപ്പോഴുണ്ടാവും. നല്ല മുടുക്കുള്ള കന്നല്ലേ. എത്ര ഉണ്ടാവും കുട്ടിയപ്പോ തൂക്കം എൻ്റെ അടുക്കില്? ഇതേ 1.5 മേലേക്കാരങ്ങളെ കുട്ടി. മേലല്ല കീപ്പെട്ട് വരൂല. ഇല്ലല്ലോ ഓർക്ക് വിഷയമുള്ള കാര്യമില്ല. എത്ര വില പറഞ്ഞു? അത് നമ്മൾ ചോദിച്ചു വെക്കുക. ഓ അതിന് മട്ടത്തിൽ തരും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ വലിയ വിലക്കൊന്നും കൊണ്ട് മട്ടം പോലെ ഒന്നാണ്ട് പറഞ്ഞു കാണ്ടി. ആയിക്കോട്ടെ. അത് നമ്മൾ പറഞ്ഞേക്ക്. നിങ്ങൾക്കാവുമ്പോൾ പ്രത്യേകിച്ച് അതിനനുസരിച്ച് തരുമോ? എന്താ ചോദിച്ചാൽ ചോദിച്ചു വെക്കാം കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ മൂപ്പരന് 55 ഉറുപ്പ്യ ചോദിച്ചിട്ടുണ്ട്. 55. ഇതിപ്പോ നമ്മൾ അവിടുന്ന് കച്ചവടം ആക്കിയാണ് സൂട്ടാവില്ല. നമുക്ക് രണ്ടും കൂടി കൊണ്ടുപോകുമ്പോൾ അതിലേറെയാണ് ഈ കരുത്. അതിലും 10 കിലോ കയറുത്. അതില്ല ഞാൻ അത് വാങ്ങി തന്നെങ്കിൽ ഞാൻ തന്നെ അല്ലേ. 55 കൂടുതലല്ലേ? 50 ഉറുപ്പ്യ കൊടുത്താൽ നമുക്ക് വലിയ നീട്ടിയൊന്നും പറയില്ല. ചെറിയ ലാഭത്തിൽ തരുന്ന ആളാണ്. എന്നുവെച്ചാൽ ഒന്ന് പിടിപ്പിച്ചാളെ ഒരു 5 ഉറുപ്പ്യ കൂടി കുറച്ച് കാണാൻ ചോദിച്ചോക്കെ. ആയിക്കോട്ടെ. ഒരു 45 നടക്കുമെന്ന മൂപ്പര് ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഞങ്ങൾ വരുമ്പോ പറയലുണ്ടോ? നിങ്ങളോട് പറയലില്ലല്ലോ. മുട്ടിയാ എന്നാൽ ഈ കായാണ് കൊടുത്താളെ. കായ് കൊടുത്തില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളതേനാണ് ഇതെന്താ അടച്ചോളി. ബാക്കിയേ ഇനി വൈകുന്നേരം കൊണ്ടുപോകുമ്പോൾ തരും കേട്ടാ. അടച്ചോ. അത് മതി. അത് ഞാൻ പറഞ്ഞേക്കണം മൂപ്പര് കേട്ടാ. അതേമാതിരി ചേച്ചി കേട്ടാ. മൂപ്പർക്കേ ഇപ്പം 2 അല്ലേ. അപ്പോൾ ഒന്നിപ്പോൾ അവിടുന്ന് വാങ്ങിക്കണം കേട്ടോ. അല്ല എന്നാ അങ്ങനെ ചോദിച്ചല്ലേ. മമ്മൂട്ടിയേ നാളെ രാവിലെ വന്നുകാണ്ട് ആണ് കൊണ്ടുപോയിക്കോളും. ഇജ്ജ് കയറ്റൂല. ഞാൻ ഇപ്പം അതിന് വരണ്ടല്ലോ. അത് വേണ്ട. ഇജ്ജൊരു വണ്ടിയിലാണ് കയറ്റിക്കാണ്ട് പോന്നാണ്ടി. ആയിക്കോട്ടെ. എനിക്കറിയില്ല ആഴ്ചമൂന്റെ വരേക്കാണ്. ഞാൻ എത്ര വട്ടം പോയതാണ്. എന്നാ ഇജ്ജ് അവിടുക്കാണ്ടേ ഇജ്ജാണ്ട് കൊടുന്ന് ഇറക്കിക്കാണ്ടി. ഞാൻ മറ്റൊന്നും കൂട്ടിക്കാണ്ട് കൊണ്ടുവരണ്ട. 2 കൂടി കൂട്ടിക്കാണ്ട് ആഴ്ചമൂന്ന് ഞാൻ വിളിച്ചറിഞ്ഞു ചെയ്തോണ്ട്. ആയിക്കോട്ടെ. എന്നാ പോവല്ലേ നമുക്ക്. നാളെ പോയിട്ടോ. ബാക്കി കായ് ഞാനേ വണ്ടി കയറ്റാൻ വരുമ്പോഴേ അത് വിഷയമല്ല. എന്നാ പോട്ടെ. അസ്സലാമു അലൈക്കും.
എടി പൈസ ഇല്ലായിട്ടാണ് എൻ്റെ മക്കളോട് ചോദിച്ചിട്ടാണെങ്കിൽ ഓല് തരുന്നില്ല, വാപ്പാൻ്റെ അടുത്താ എൻ്റെ അടുത്തും ഇല്ല, അതുകൊണ്ടാണ് അടക്കാത്തത്. എന്ത് താത്ത നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ കാട്ടുക? നിങ്ങൾ ലോണ് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. ഞങ്ങളെ വീട്ടിലേക്ക് 2-3 പ്രാവശ്യം നിങ്ങൾ തിരഞ്ഞു തന്നിരുന്നില്ലേ ലോണും ചോദിച്ചിട്ട്? ഇപ്പം നിങ്ങൾ അടയ്ക്കാതിരുന്നാൽ എങ്ങനെയാണ്? നമ്മളെ ഇതിൽ ആരും ഇല്ല അടയ്ക്കാത്തത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനത്തെ പണി ചെയ്തത്. എടി ഇത് മാണ്ടില്ലാത്ത ഒരു പണി കഴിഞ്ഞു. എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങളെ ചങ്ങായി കാട്ടിയതാണല്ലോ ഈ പണി. ഇതിനാലെ ഞാൻ കുടുങ്ങിയിരിക്കണു. ഞാൻ ഒരു മനസ്സിന് ഒരു പൈസ ഇങ്ങനെ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനാലെ ഞാൻ അല്ലാതെ തൊള്ളി കിടക്കണതൊക്കെ കേൾക്കാനായില്ലേ. എത്ത് ചേച്ചാൽ ഇനി കിട്ടുമ്പോൾ ഞാൻ അടച്ചേരണ്ട്. ഇതിങ്ങനെയൊന്നും പറയല്ലേ. തങ്ങളാണല്ലോ ഇപ്പം ഈ പണി പറ്റിച്ചേ. മറ്റുള്ളവരൊക്കെ കറക്റ്റായിട്ട് അടച്ചുകൊണ്ടിരുന്നത് എന്താ? നിങ്ങൾ മാത്രമാണ് ഈ പേര് കേൾപ്പിച്ചത്. ഇപ്പം ഞാൻ എന്താ ചെയ്യുക? അതും കൊണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ലോൺ ശരിയാക്കി തന്നത്. ഇത് ഇങ്ങനെ ആവുന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. ഓലോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാനേ എങ്ങനെയായാലും ഒരു മാസം കൊണ്ട് എനിക്ക് ഞാൻ അടച്ചുതരാം. നിങ്ങൾ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ആയി പോയില്ലേ. അപ്പം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇനി അടുത്ത വരവിന് എന്നെ വരുത്തരുത്. നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് ശരിയാക്കി തരുള്ളൂ. എടി ഇനി ഈ കാരണം പറഞ്ഞിക്കാണ്ടേ ഇങ്ങോട്ട് വരണ്ട. ഞാൻ ഒരു മാസം കൊണ്ട് എനിക്ക് തീർത്ത് തരണ്ട അത് കേട്ടാ. നീ ഇജിപ്പോ പൊയ്ക്കോ. ആയിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. ആ കുടുംബശ്രീ ആ പെണ്ണിന്റെ സൗണ്ട് അല്ല ഇവിടുന്ന് കേട്ടിരുന്നു. ആ ഓളന്നെയാണ് അത്. എന്തിനാ ഓള് വന്നേക്കണു? ഞങ്ങളെ പേരക്കുട്ടിന്റെ മുടിയാഴ്ചയില് നല്ല ഗംഭീരായി നടത്തിയില്ലേ. ഞാൻ അടച്ചുകൂടി പൈസ അതിനെ ഓള് വന്നിക്കണ്ടത്. അത് ചോദിച്ചാൻ വേണ്ടിട്ട്. എത്താ നബീസോ അതിനിപ്പോ ഓള് ഇങ്ങനെ ചോദിച്ചാന് ഉള്ളത് നുള്ളി പൊറുക്കി ഞാൻ എനിക്ക് തരലില്ലേ? ആണ് കൊടുക്ക. ഓല ഉറുപ്പല്ല നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിലേറെ തോനെ കായൊന്നും എടുത്തിട്ടില്ലല്ലോ. അതിലേറെ എടുത്ത കുറെ ആൾക്കാരുണ്ടെന്നൊക്കെ അങ്ങാടിയിലൊക്കെ പറഞ്ഞേക്കാം. കുടുംബശ്രീന്ന് കായ് എടുത്തു എൻ്റെ പെണ്ണുങ്ങൾ എന്നൊക്കെ മറ്റൊരു മുമ്പിലൊക്കെ പറഞ്ഞേക്കാം. ഇതുപോലെ ഉറുപ്പ് എടുത്തിട്ടാ അപ്പോൾ ഇങ്ങനെ 2-3 വട്ടം ഈ പെരീക്ക് തെരഞ്ഞെടുത്തത്. ലോൺ എടുത്തോലൊക്കെ അടക്കണുണ്ട് ആഴ്ചയിൽ. നിങ്ങൾ അടക്കണുണ്ടോ? അല്ലല്ലോ. ഞാനേ ഒരു കൂട്ടി കുറച്ച് 10-30,000 റുപ്യ ആയതാണ്. അതിപ്പോ നാനും മോനിയൊന്നും ഇല്ലാതായില്ലപ്പോ. ഇന്നെ മാത്രം കാത്തിരിക്കണ്ടല്ലോ നബീസോ. ചെക്കന്മാരോടും എനിക്കൊന്ന് ചോദിച്ചൂടെ കുറച്ച് കായ്? ഓലും തന്നുകാണിത് എല്ലാരും കൂടി കൂടിക്കാണ്ടാണ് വീട്ടല്ലേ നല്ലത്. ഇനി സുക്കൂറിനോടും അബ്ബാസിനോടേ പൈസ ചോദിച്ചിട്ട് ഓല് എന്നെ ചീത്ത അറിയാണേ. ഓല് ഇപ്പാനോട് തന്നെ അടക്കാനാ ഓല് പറയണത്. ഇപ്പൊ വലിയ വമ്പാട്ടിക്കാണ്ടേ പെങ്ങളെ പേരക്കുട്ടിക്ക് മുടിയാഴ്ചയിൽ നടത്താൻ കൊടുത്തതല്ലേ. ഓല് പറഞ്ഞില്ലേ തെറ്റൊന്നും വിചാരിച്ചാലില്ല. അതേ ഇന്റെ അടുത്തൊരു പൊട്ടത്തരത്ത് പറ്റിയതാണ്. ഓളന്ന് വന്നിക്കാണ്ട് ആഴ്ചമോ വന്നിക്കാണ്ട് മുടിയാഴ്ചലിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വല്യർത്താനം പറഞ്ഞിക്കാണ്ടേ അത് കായൊക്കെ ഞാൻ അടുത്തോളം അറിഞ്ഞിക്കാണ്ട് ഞാൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഞാൻ തന്നെ വീട്ടേണ്ടി വരും നബീസോ. എന്തേലും കാട്ടിക്കാണ്ട് കട നമ്മളെ മേത്തായതല്ലേ, അത് എന്തേലും കാട്ടിക്കാണ്ട് നമുക്ക് വീട്ടാം. അല്ലാതെ ഓളോട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളെ. മക്കളെ ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ. നമ്മളെ മുടിയാളച്ചിലിൻ്റെ അറിവ് എന്ന് പറഞ്ഞിക്കാണ്ടേ 2-3 പോത്തുകളെയും ആടുകളെയൊക്കെ കൊണ്ടുപോയിക്കാണ്ടേ അറുത്ത് നാട്ടുകാരെ മുന്നിൽ പൊങ്ങച്ചം കാട്ടി നടക്കുകയാണ്. കായ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതൊക്കെ സുന്നത്താണ്. എന്നിട്ട് നമ്മൾ ഫർള് പോലും ഒഴിവാക്കി സുന്നത്തിന് നമ്മൾ വലിയ അംഗീകാരം കൊടുത്ത് നടത്തുകയാണ് ഓരോ പരിപാടികൾ. എന്തിന്? പൈസ നമ്മളടുത്ത് ഒരു ഉറുപ്പി ഉണ്ടാവില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ലോൺ എടുത്തുകാണ്ട് പലിശ പന്നിയാൾ പെറ്റ് പെരുകണ മാതിരി ഉണ്ടാക്കിക്കാണ്ടേ നമ്മൾ ഇതിനും വേണ്ടി നാളെ അള്ളഹാനോട് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടേ നിങ്ങൾ ഈ പലിശ ഒന്നും ആക്കാതെ നമ്മളടുത്ത് ഉണ്ടെങ്കിൽ ഇള്ളീനനുസരിച്ച് കജ്ജെങ്കിൽ ഒരു ആടർത്താൽ മതിയെന്ന് അതിനനുസരിച്ച് അറുത്തുകാണ്ടേ നമ്മളെ കുട്ടികളെ ഈ മുടിയാഴ്ചൽ കർമ്മങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ പൊങ്ങച്ചം കാട്ടിക്കാണ്ട് കടും കള്ളിയൊന്നും ആക്കിക്കാണ്ടേ ഈ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയ ആളാവണ്ട. നാളെ പഠിച്ചവനോട് ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. അതാണ് ഈ വീരങ്കാക്കാക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ.